മെയ് 26 വിശുദ്ധ ഫിലിപ്പ് നേരി. 1515 മുതൽ 1595 വരെ കാലഘട്ടം. എളിമയ്ക്കും സന്തുഷ്ടിക്കും പ്രസിദ്ധനും റോമയുടെ അപ്പസ്തോലനുമായ ഫിലിപ്പ് നേരി 1515 ഫ്ലോറൻസിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു. 5 വയസ്സ് മുതൽ യാതൊരു കാര്യത്തിലും ഫിലിപ്പ് മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരുന്നിട്ടില്ല. വ്യാകരണവും സാഹിത്യ പഠനവും കഴിഞ്ഞ് ഫിലിപ്പിനെ മോന്തെ കസിനോയിലുള്ള ചിറ്റപ്പൻ്റെ അടുക്കിലേക്ക് പിതാവ് അയച്ചു. അന്ന് ഫിലിപ്പിന് 18 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യവസായിയായ ചിറ്റപ്പൻ്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നുവെങ്കിലും പൗരോഹിത്യത്തെ ആഗ്രഹിച്ചിരുന്ന ഫിലിപ്പ് റോമിൽ പോയി ഒരു ഫ്ലോറന്റൈൻ പ്രഭുവിൻ്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും തൻ്റെ ഉപരിപഠനം നടത്തുകയും ചെയ്തു. അവിടെ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ റോമിലും ഫ്ലോറൻസിലും പരന്നു. എല്ലാവരും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും മിതഭാഷിയായ ഫിലിപ്പ് വ്യർത്ഥഭാഷണത്തിൻ്റെ ദോഷങ്ങളെപ്പറ്റി ബോധവാനായിരുന്നു. പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹവും വഴിയാണ് തൻ്റെ കന്യാത്വം അഭംഗമായി പാലിച്ചത്. ദൈവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യായാമം. ഒരു യുവ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തെരുവീഥികളിൽ നിന്ന് ആത്മാക്കളെ ദൈവത്തിന് നേടുന്നതിന് പരിശ്രമിച്ചിരുന്നു. ഒരു അൽമായൻ എന്ന നിലയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ എളിമ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെങ്കിലും 36-ാമത്തെ വയസ്സിൽ ഒരു ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വൈദികനായി അദ്ദേഹത്തോടുകൂടെ താമസിച്ചു. അത് അദ്ദേഹം സ്ഥാപിച്ച ഓററ്റോറിയൻ സഭയുടെ അടിസ്ഥാനമായി. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു. പലപ്പോഴും സമാധി ഉണ്ടായിരുന്നതിനാൽ കുർബാനയ്ക്ക് 2 മണിക്കൂർ എടുത്തിരുന്നു. തന്നിമിത്തം സ്വകാര്യമായിട്ടാണ് അദ്ദേഹം കുർബാന ചൊല്ലിയിരുന്നത്. 1564 ഓററ്റോറിയൻ സഭ രൂപം പ്രാപിച്ചു. ചരിത്രകാരനായ കാർഡിനൽ ബരോണിയൂസ് അതിലെ അംഗമായിരുന്നു. ചരിത്രമെഴുതാൻ ഫാദർ ഫിലിപ്പ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മരണം വരെ ഫാദർ ഫിലിപ്പ് തന്നെയായിരുന്നു ഓററ്ററിയുടെ ജനറൽ. താൻ ഒരു പുണ്യവാനാണെന്ന് ജനസംസാരമുണ്ടായപ്പോൾ തെരുവീതിയിൽ നിന്ന് ബിയർ കുടിച്ചുകൊണ്ട് താനൊരു പാപിയാണെന്ന് ഭാവിച്ചിരുന്നു. ഒരിക്കൽ ദൈവമാതാവ് ഫാദർ ഫിലിപ്പിന് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, "അങ്ങ് എൻ്റെ അടുക്കൽ വരാൻ ഞാനെന്തു ചെയ്തു?" മുറിയിലുണ്ടായിരുന്ന ഭിഷഗ്വരന്മാരും മറ്റും ദൈവമാതാവിനെ കണ്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഈ സംഗതി ആരോടും പറയരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചു. കാർഡിനൽ ബരോണിയൂസ് തിരുപ്പാദയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടാലും എൻ്റെ സ്നേഹമേ, എൻ്റെ ആത്മാവിൻ്റെ ഏകാനന്ദം ഇതാ വരുന്നു. എൻ്റെ സ്നേഹം എനിക്ക് വേഗം തരിക." ലൂതറിൻ്റെ വിപ്ലവം വരുത്തിയ നാശം പരിഹരിക്കാൻ വളരെയേറെ പ്രവർത്തിച്ച ഈ വിശുദ്ധൻ താൻ മുൻകൂട്ടി അറിയിച്ചിരുന്നതുപോലെ 1595 മെയ് 26-ാം തീയതി സൂര്യോദയത്തിന് മുമ്പ് ദിവംഗതനായി. 1622 മെയ് 12-ന് ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 36, 37, 40, 41 വാക്യങ്ങൾ. യോപ്പായിൽ തബീത്ത എന്നു പേരായ ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഈ പേരിന് മാൻപേട എന്നാണ് അർത്ഥം. സൽകൃത്യങ്ങളിലും ദാനധർമ്മങ്ങളിലും അവൾ സമ്പന്നയായിരുന്നു. ആയിടെ അവൾ രോഗം പിടിപെട്ട് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി. പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, "തബീത്ത, എഴുന്നേൽക്കൂ." അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. അവൻ അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു. വിചിന്തനം. മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് ജായിറോസിൻ്റെ മകളെ യേശു ഉയിർപ്പിക്കുന്ന രംഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈശോയോടൊപ്പം പത്രോസും യാക്കോബും യോഹന്നാനും മാത്രമാണ് മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നത്. ബാലികയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു, "തലീത്ത കും." ആ 12 വയസ്സുകാരി ജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് സാക്ഷ്യം വഹിച്ചയാളാണ് പത്രോസ് ലീഹ. യോപ്പായ്ക്ക് സമീപമുള്ള ലിദാ പ്രദേശങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കേപ്പ പത്രോസ് സഭാ സന്ദർശനം നടത്തുമെന്ന് കേട്ടുകൊണ്ട് ശിഷ്യന്മാർ വേഗം അവിടേക്ക് പോയി. അവർക്കുറപ്പായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ പത്രോസ് ലീഹ പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു പുനരുത്ഥാനം സംഭവിക്കുമെന്ന്. പത്രോസ് പ്രാർത്ഥിച്ചു. അവൾ ജീവനിലേക്ക് പ്രവേശിച്ചു.
നമ്മുടെ ഇന്നലകളെ ഓർത്തുകൊണ്ടാണ് പലപ്പോഴും പലർക്കും ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നത്. ഫാദർ ഫിലിപ്പിൻ്റെ തമാശകളും വിശുദ്ധിയും കൂടെ എങ്ങനെ യോജിച്ചു പോയി എന്ന് ചിലർ ചോദിക്കാറുണ്ട്. വിശുദ്ധി വിഷാദാത്മകമല്ല. വിശുദ്ധ ഫിലിപ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: ഇന്ന് ഞാൻ പൂർത്തിയായിക്കൊള്ളട്ടെ, നാളത്തെ കാര്യം എനിക്ക് ഭയമില്ല. വിശ്വാസത്തിൽ പത്രോസ്ലിഹായെയും സംസാരത്തിൽ ഫിലിപ്പ് നേരിയെയും നമുക്ക് അനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് ഇന്നേ ദിവസം സാക്ഷ്യം വഹിക്കാം.